അപ്പം ബൈ എ ഡോഗ് ഇൻ ദ ഗ്യാങ് എന്ന് പറയുന്നുണ്ട് അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് വന്ന കാര്യം ഞാൻ പറയാം. ഇന്നലെ കോഴിക്കോട് IRL അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റ് പറ. അതിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചാറ്റ് പറ. ഇന്നലത്തെ കോഴിക്കോട് IRL എങ്ങനെ ഉണ്ടായിരുന്നു? വൈസോ ലേറ്റ് ബോംബ് എന്ന് പറയുന്നത് എടാ ഉറങ്ങിയില്ലടാ, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കോൾസ് ചറപറ കോൾസ് വരെ. പണ്ട് ലൈവ് ചെയ്തിട്ടില്ല ഇങ്ങനെയല്ല. പണ്ട് കോമാളിത്തരം കാണിക്കുന്ന ടൈം എനിക്ക് ഇത്ര ഇത് വരില്ല, മനസ്സിലാവും. ഇന്നൊരു ദിവസം ലൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ഫോണിലല്ലേ മറ്റേ ഫോണിൽ ഇങ്ങനെ കോൾ വരാം. അതിലേക്ക് എല്ലാ മെസ്സേജിലും മൊത്തം തെറിയ വിളി. ഇതാണ് ഇപ്പത്തെ ഇത്. അപ്പം കുറച്ച് സമയങ്ങളിൽ 10 മിനിറ്റ് വന്ന് ലൈവ് ഇട്ടിട്ട് പോകാന്നുള്ള മൈൻഡിൽ ഞാൻ കയറിയതാണ്. ഓക്കെ, 10 മിനിറ്റ് അല്ല, നമുക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് ലൈവ് ചെയ്യാം. ഷോർട്ട് സ്ട്രീം ആയിരിക്കും. ഓക്കെ, എനിവേസ് ഇന്നലത്തെ ലൈവ് പറ. അതിനെക്കുറിച്ച് പറ. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഇന്നത്തെ ലൈവ് എങ്ങനെയായിരുന്നു? എല്ലാവരും എല്ലാം ഇടുന്നു. ചില ആൾക്കാർ W ഇടുന്നുണ്ട്. അത് എന്തിനാണ് W ഇടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നലെ അത്രയും എൻ്റെ കരിയറിലെ ഏറ്റവും L IRL സ്ട്രീം ആയിരുന്നു ഇന്നലെ. അല്ല, ഏറ്റവും L ആയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ എന്താ ചെയ്ത്, നമ്മളവിടെ പോയി ബീച്ചിൽ പോയി നടന്ന് തിരിച്ചു വന്ന് ലൈവ് കട്ട് ചെയ്ത് അതാണ് നടന്നത്. അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോയതറിയോ? എന്തെല്ലാം ചാലഞ്ചുകൾ, എന്തെല്ലാം പരിപാടി, എന്തെല്ലോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ഒന്നും നടന്നിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് പ്രോപ്പർ ബൗൺസേഴ്സിനെ മീൻസ് അവിടെ വന്നവർ ഹെൽപ്പ് ചെയ്തു, ശരി തന്നെ. പക്ഷെ പ്രോപ്പർ കമ്പനി ബൗൺസേഴ്സ് ഉണ്ടാവില്ല. ഈ ബ്ലാക്കും ഇട്ടിട്ട് വരുന്ന ബൗൺസേഴ്സ് ഉണ്ടാവില്ല, പ്രോപ്പർ ബൗൺസേഴ്സ്, പ്രൊഫഷണൽ ആയിട്ടില്ല. അവരെ ഹയർ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നത്. അപ്പം നമ്മളെ പാച്ചു, അതായത് നമ്മളെ കോഴിക്കോട് പോയാൽ നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ചെക്കൻ പറഞ്ഞ് എടാ ബൗൺസേഴ്സിനൊന്നും പുറത്തുനിന്ന് എടുക്കണ്ട, നമ്മളെ പിള്ളേരുണ്ട്, ഇതുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് പൈസ കൊടുക്കണ്ട, നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് നമ്മളിവിടെ ഇതാക്കുമ്പോൾ നീ എന്തിനാ പുറത്തുനിന്ന് ആളെല്ലാം ഇറക്കുന്നത് അങ്ങനെല്ലാം പറഞ്ഞാണ്. ഞാൻ പിന്നെ എന്നാ ഓക്കെ, എന്നാ ആരെയും വിളിക്കണ്ട. എൻ്റെ അതിൻ്റെ ഇടക്ക് മുഷറഫും മറ്റോനും ആടുന്നെല്ലാം പ്രൊഫഷണൽ ബൗൺസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചില്ലേ, മനസ്സിലാവും? അതായത് ആടാ ഓക്കെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലെ പ്രശ്നം വന്നതെന്ന് വെച്ചാല് അല്ലടാ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്തു കേട്ടോ. മീൻസ് അവരെ കൊണ്ട് അത് പറ്റുന്ന മാക്സിമം അവർ ചെയ്തു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ISO സ്പീഡെല്ലാം ചെയ്യുന്ന പോലത്തെ IRL സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോപ്പർ ട്രെയിനിങ്, അതായത് ആദ്യം ഇവർക്കൊരു ട്രെയിനിങ്, ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. അതായത് ഇങ്ങനെ ചെയ്യണം, ഇതാണ് സംഭവം, ഇന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്നതാണ് കണ്ടന്റ്. അപ്പം നമുക്ക് ഇത്ര സ്ഥലം വേണം, ഒരു റൗണ്ടിലേക്ക് ആൾക്കാരെ ഇതാക്കി മാറ്റി തരണം. പിന്നെ ഈ കുറേ കാര്യങ്ങളുണ്ടാവും. മൊത്തം ഒന്ന് ട്രെയിനിങ് കൊടുക്കണം, കുറച്ചൊന്ന് സംസാരിക്കണം. ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഈ പാച്ചുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വന്ന കുറച്ച് ആൾക്കാർ, മനസ്സിലാവും. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം നന്നായിട്ട് തന്നെ നോക്കി. പക്ഷെ എന്താന്ന് വെച്ചാൽ ക്രൗഡ് കൺട്രോൾ ചെയ്യാനോ കണ്ടന്റ് ഇതാക്കാനോ ഒരു പ്രോപ്പർ IRL ചെയ്യാനോ നമുക്ക് പറ്റിയില്ല. അങ്ങനെയാണ് കാര്യം. ചാലഞ്ചും ഇതെല്ലാമായിട്ട് അത്രയും കാര്യമല്ല. കയ്യിൽ ബാഗിലൊരു 30,000-40,000 ക്യാഷ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടാണ്. കാരണം ഒരാൾക്ക് ഒരു 2,000 ചാലഞ്ചുകൾ ഒരാൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ചാലഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ പക്ഷെ ഒന്നും നടന്നില്ല. കുറച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു. മുനു ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഇതായിട്ടുണ്ടാവും. അപ്പം ബട്ട് ക്യാമറാമാൻ ഉണ്ട്. ഞാനൊരു കാര്യം